ഞാൻ ഈ ഒരു പ്രബന്ധം അവതരിപ്പിക്കാൻ തുടങ്ങുന്നത് ഒരു ചോദ്യത്തിലൂടെയാണ്. ചോദ്യങ്ങൾ ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട് ഇവിടെ? ക്യാൻ യു റേസ് യുവർ ഹാൻഡ്സ്? ചോദ്യങ്ങൾ ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട്? ഓൾറൈറ്റ്, താങ്ക് യു വെരി മച്ച്. എക്സലന്റ്. ഞാൻ ഈ പ്രബന്ധത്തിൽ ഒരുപാട് തവണ നെക്സ്റ്റ് സ്ലൈഡ് എന്ന് പറയണ്ടോ കേട്ടോ. എത്ര പേര് ഇവിടെ രാമായണം വായിച്ചിട്ടുണ്ട്? കൈ ഒന്ന് പൊക്കാവോ. രാമായണം എത്ര പേര് വായിച്ചിട്ടുണ്ട്? ഓൾറൈറ്റ്, താങ്ക് യു വെരി മച്ച്. ഇനി അടുത്തൊരു ചോദ്യം. ഈ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഹൗ മെനി ഓഫ് യു ഹാവ് റെഡ് ഇറ്റ് ആസ് എ മാനുവൽ ഓഫ് ഹൗ യുവർ ബോഡി പ്രൊഡ്യൂസസ് ആക്ഷൻ? നമ്മൾ ഒരു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ക്രിയ ചെയ്യാത്ത ഒരാളെങ്കിലും ഉണ്ടാവുമോ? എന്തെങ്കിലും ഒരു ജീവിതത്തിൽ ഒരു ചലനം ചെയ്യാത്ത ഒരാളെങ്കിലും ഉണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. രാമായണം ആക്ച്വലി അതാണ് പറയുന്നത്. അങ്ങനെ കണ്ടവർ എത്ര പേരുണ്ടോന്ന് കൈവെക്കാവോ? അത് ബോഡി എങ്ങനെ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കണ്ടവർ എത്ര പേരുണ്ട്? താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രബന്ധത്തിൻ്റെ പ്രധാന വിഷയം. ഞാൻ അതിലേക്ക് പോകുന്നതിന് മുന്നേ, അതായത് ഇതിൻ്റെ കോറിലേക്ക് പോകുന്നതിന് മുന്നേ, നെക്സ്റ്റ് സ്ലൈഡ് അരുൺജി, നെക്സ്റ്റ് സ്ലൈഡ്. ഇതിൻ്റെ കോറിലേക്ക് പോകുന്നതിന് മുന്നേ 3 കാര്യങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. അതായത് ഈ 3 കാര്യങ്ങൾ നമുക്ക് ഉറച്ചാലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവുള്ളൂ എന്നുള്ളതുകൊണ്ട് 3 കാര്യങ്ങൾ പറയണം. ഫസ്റ്റ് വൺ, നെക്സ്റ്റ്. എൻ്റെ ആദ്യത്തെ ഒരു പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്, രാമായണ ഈസ് നോട്ട് ജസ്റ്റ് എ ഹിസ്റ്റോറിക്കൽ പോയം. അതായത് രാമായണം ഒരു ഹിസ്റ്റോറിക്കൽ പോയം, അല്ലെങ്കിൽ ചരിത്രം പറയുന്നൊരു കാവ്യം മാത്രമല്ല എന്നുള്ളതാണ് ആദ്യത്തെ. കാരണം ഭാരതത്തിൽ ഒരുപാട് കാവ്യങ്ങൾ, ചരിത്ര കാവ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ രാജതരംഗിണി, ഹർഷചരിതം, ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു പാറ്റേൺ ഉണ്ട്. പക്ഷേ വാൽമീകി രാമായണം നോക്കിക്കഴിഞ്ഞാൽ ഈ ഘടനയല്ല രാമായണത്തിന്. ഇതുപോലത്തെ ഒരു വെറുതെ ഒരു ചരിത്രം പറഞ്ഞു പോണ ഒരു ഘടനയല്ല രാമായണത്തിന്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് സ്ലൈഡ്. രാമായണത്തിന് നമ്മൾ വിളിക്കുന്ന ഇതിഹാസം എന്നാണ്, ശരിയല്ലേ? രാമായണം ഒരു ഇതിഹാസമാണ്. അപ്പോൾ എന്താണ് ഒരു ഇതിഹാസം? ഇതിഹാസം എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം എന്ത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിഹാസം എന്താ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. നമുക്ക് പിന്നെ അറിയാവുന്ന ഇതിഹാസം മഹാഭാരതമാണ്. അപ്പോൾ രാമായണം എന്തുകൊണ്ടൊരു ഇതിഹാസമായി? അത് 2 പദങ്ങളാണ് അതിനകത്തുള്ളത്. നെക്സ്റ്റ് ക്ലിക്ക് പ്ലീസ്. ഇതിഹാസം എന്ന് പറഞ്ഞ 2 പദങ്ങൾ ചേർന്നാണ് ഇതിഹാസം എന്ന് വരുന്നത്. അതിൽ ഇതിഹ എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം പാരമ്പര്യോപദേശമാണെന്നാണ്. പാരമ്പര്യോപദേശം ഇത്യർത്ഥ ഇതിഹ. അപ്പോൾ ഇതിഹ എന്ന് പറയുന്നത് പാരമ്പര്യോപദേശമാണ് എന്ന് പറയണു. രണ്ടാമത്തത് ആസം. ആസം എന്ന് പറഞ്ഞാൽ ആസ് ആധാരേ. അസ് എന്ന് പറഞ്ഞ ധാതുവിൽ നിന്ന് വന്ന അസ് ആധാരേ. അപ്പോൾ ഇത് രണ്ടും കൂടി വന്നു കഴിഞ്ഞാൽ ഇതിഹാസം എന്ന് പറയുന്നത് പാരമ്പര്യോപദേശമായി കൊടുത്ത ഒരു ഉപദേശമാണ്. പാരമ്പര്യമായി കൊടുത്തൊരു ഉപദേശമാണ് രാമായണം. ഇനി അടുത്ത ചോദ്യം, എന്ത് തരത്തിലുള്ള പാരമ്പര്യോപദേശമാണ്? എന്താണ് പാരമ്പര്യോപദേശമായി കൊടുത്തത് എന്നുള്ളതിന് ഉത്തരം ധർമ്മ അർത്ഥ കാമ മോക്ഷ സന്ദേശ സമന്വിത. അതായത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഈ പറഞ്ഞ 4 സാധനങ്ങളെ പാരമ്പര്യോപദേശമായി കൊടുക്കുന്നതാണ് രാമായണം എന്ന് പറഞ്ഞുള്ള ഇതിഹാസം. ഇതെല്ലാവരും ക്ലിയർ അല്ലേ? എൻ്റെ കൂടെ അല്ലേ എല്ലാവരും? യെസ്. അപ്പോൾ ഇതിഹാസം, പ്രത്യേകിച്ച് രാമായണം ഇതിഹാസമാണെന്നും ഇതിഹ എന്ന് പറയുന്ന പാരമ്പര്യോപദേശമാണെന്നും അത് കൊടുക്കുന്ന ധർമാർത്ഥ കാമമോക്ഷങ്ങളെ ആണെന്നാണ് ഇതുവരെ നമ്മൾ പഠിച്ചത്. ഇനി 3ാമത്തെ പോയിന്റ്, വാൽമീകി നാരദനുമായി നടത്തുന്നൊരു സംഭാഷണമാണ് വാൽമീകി രാമായണത്തിൻ്റെ തുടക്കം, ശരിയല്ലേ? അപ്പോൾ ഈ തുടക്കത്തിൽ വാൽമീകി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഹോൻവാസ്മിൻ സമ്പ്രദാം ലോകെ ഗുണവാൻ കശ്ച വീരവാൻ എന്ന് പറഞ്ഞാണ് വാൽമീകി രാമായണ
അല്ലെങ്കിൽ രാമായണം തുടങ്ങുന്ന അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ചർച്ച തുടങ്ങുന്നത് ഈ ഒരു വാക്യത്തിലൂടെയാണ്. ഇനി എൻ്റെ ഒരു ചോദ്യം ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ആരാണ് ശരിക്കും ഗുണവാൻ, ആരാണ് ശരിക്കും വീര്യവാൻ എനിക്ക് പറഞ്ഞു തന്നാലും, ഇതല്ല വേറെ കുറേ ഉണ്ട് കേട്ടോ, ധർമ്മജ്ഞൻച കൃതജ്ഞൻച സത്യവാക്യോ ധൃതവ്രത എന്ന് പറഞ്ഞ് കുറേ ഉണ്ട്. അപ്പം ആരാണ് ഇത് എന്ന് പ്രസൻറ്റ് ടെൻസിൽ ആണ് വാൽമീകി ചോദിക്കണം. അപ്പം എൻ്റെ ഒരു ചോദ്യം, ഇത് ഏതോ ഒരു രാമനെക്കുറിച്ച് പറഞ്ഞതാണോ അതോ ഇത് നമ്മളെക്കുറിച്ച് പറയുന്നതാണോ? ഏതാവാനാ സാധ്യത കൂടുതൽ? പ്രസൻറ്റ് ടെൻസിൽ ഇന്ന് നമ്മളിത് പറയുകയാണെങ്കിൽ ഏതോ ഒരു രാമനെക്കുറിച്ചാണോ അതോ നമ്മളെക്കുറിച്ച് തന്നെയാണോ അതോ നമുക്ക് എങ്ങനെ രാമനാവാം എന്നുള്ളതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ ആവാൻ സാധ്യതയുണ്ടോ? യെസ്, താങ്ക് യു വെരി മച്ച്. ഇനി നെക്സ്റ്റ് സ്ലൈഡ്. ആ ഒരു ശ്ലോകം ചെറിയൊരു ഭാഗം ഞാൻ വായിക്കാം. കോൺവാസ്മിൻ സാമ്പ്രദാം ലോകെ ഗുണവാൻ കശ്യ വീര്യവാൻ ധർമ്മജ്ഞശ കൃതജ്ഞശ സത്യവാക്യോ ധൃതവ്രത എന്ന് പറഞ്ഞാണ് പോണത്. സോ ഇവിടെ ഈ ചർച്ച നടക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു കഥ നടക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞത് അയോധ്യയിലാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും തുടങ്ങായിരുന്നു. അതായത് പണ്ട് ഒരു കാലത്ത് അയോധ്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇതിനൊരു ഘടനയെ അങ്ങനെയല്ല. നെക്സ്റ്റ് ക്ലിക്ക് പ്ലീസ്. ഇപ്പോൾ ആരാണ് അതിന് ട്രൂലി കേപ്പബിൾ എന്നാണ് ചോദ്യം. ഇപ്പോൾ ആർക്കാണ് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്? അതിനുള്ള ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ. ആർക്കാ പറ്റുക? നമുക്ക് മാത്രമേ പറ്റൂ. നമ്മളിലൂടെ മാത്രമേ അത് നടക്കൂ. അപ്പോൾ ഒരു സെൻറ്റൻസിൽ രാമായണത്തിന് സന്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ, വാൽമീകി ദൂരെ നിന്ന് രാമനെ വീക്ഷിച്ച് രാമനെ പോലെ ആവണം എന്ന് പറയുന്നതല്ല, അല്ലെങ്കിൽ രാമനെ വാഴ്ത്തണം എന്ന് പറയുന്നതല്ല. പക്ഷെ പറയുന്നത് രാമവത് വർത്തിതവ്യം ന രാവണാധിപത്. രാമനെ പോലെ ആവുവിൻ, രാവണനെ പോലെ അല്ല. ഇനി നമുക്ക് ഏതൊരു ഇതിഹാസത്തെയും അല്ലെങ്കിൽ ഏതൊരു സംസ്കൃതത്തിലുള്ള ഏതെങ്കിലും ഒരു ടെക്സ്റ്റിനെ എങ്ങനെ വായിക്കണം, അതിന് നമുക്ക് എന്തൊക്കെ ടൂൾസ് വേണം? ശരിയല്ല, നമുക്ക് എന്തെങ്കിലും പറമ്പ് കളിക്കണമെങ്കിൽ നമുക്ക് കൈക്കോട്ട് വേണോ? ഒരു ഡോക്ടർക്ക് ഒരു സർജറി ചെയ്യണമെങ്കിൽ അതിൻ്റെ വിവിധങ്ങളായ ഇൻസ്ട്രുമെൻറ്റ്സ് വേണം. അപ്പോൾ നമുക്കൊരു ടെക്സ്റ്റ് വായിക്കണമെങ്കിൽ നമുക്ക് വേണ്ട കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. കറക്റ്റ്? നമുക്ക് ആ ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണെന്ന് ഒന്ന് നോക്കാം. എല്ലാ ട്രഡീഷനിലും അല്ലെങ്കിൽ എല്ലാ പരമ്പരയിലും ഒരു മെത്തേഡ് ഉണ്ടാവും. ആ മെത്തേഡിലൂടെയാണ് ആ പരമ്പര ഓരോ ഗ്രന്ഥങ്ങളെയും അപ്രോച്ച് ചെയ്യുന്നത്. ആൻഡ് രാമായണവും ആ കാര്യത്തിൽ അത്ര ഡിഫറെൻ്റ് അല്ല. സോ നമ്മൾ 3 കാര്യങ്ങൾ സ്ഥാപിച്ചാൽ മാത്രമാണ് നമുക്കിത് എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യം മനസ്സിലാവുക. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. നെക്സ്റ്റ്, അടുത്തടുത്ത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ധാതു എന്ന് പറഞ്ഞ പ്രിൻസിപ്പിളാണ്. ധാതു എന്താ? ധാതു, ആദ്യത്തെ പ്രിൻസിപ്പിൾ ധാതു ആണ്. അതിന് പറയണത് നെക്സ്റ്റ്. ഓക്കെ, ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ പൊതുവെ കണ്ടുവരുന്ന ചില ഭാഷകൾ, ഫോർ എക്സാമ്പിൾ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഭാഷകളിലൊന്ന് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷിൽ എല്ലാ വാക്യങ്ങളും അല്ലെങ്കിൽ എല്ലാ പേരുകളും ഒരു ലേബലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലോർഡ് എന്ന് പറയുന്ന ഒരു ലേബലാണ്. പക്ഷെ സംസ്കൃതത്തിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എല്ലാ പേരുകളും ഒരു ലേബലല്ല, അതൊരു ക്രിയയാണ് അല്ലെങ്കിൽ ഒരു ഫങ്ഷനെയാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ് ഓൾവേസ് ഡിനോട്ട്സ് എ ഫങ്ഷൻ, നോട്ട് ജസ്റ്റ് എ ലേബിൾ. ഒരു ലേബിൾ മാത്രമല്ല, ഒരു ഫങ്ഷനിങ് കൂടിയാണ് അവിടെ അത് ഡിനോട്ട് ചെയ്യുന്നത്. സോ എവ്രി നെയിം ഇൻ രാമായണത്തിലെ ഓരോ പേരും വരുന്നത് ഈ ഒരു ഫങ്ഷനെ സാധൂകരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ആദ്യം ഒരു എക്സാമ്പിളിലൂടെ തുടങ്ങാം. അരുൺജി, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. നെക്സ്റ്റ്. രാമൻ ജനിച്ചത് രഘുവംശത്തിലാണ്, ശരിയല്ലേ? രാമൻ ജനിച്ചത് രഘുവംശത്തിലാണ്. അപ്പോൾ ഈ രഘു എന്ന് പറഞ്ഞതിനും എന്തെങ്കിലും ഉണ്ടാവണ്ടേ? അപ്പോൾ അതിനുള്ളതാണ് രഘു എന്ന് പറഞ്ഞത് ലംഘ് എന്ന് പറഞ്ഞ ധാതുവിൽ നിന്ന്, സംസ്കൃതത്തിലെ ലംഘ് എന്ന് പറഞ്ഞ ധാതുവിൽ നിന്നാണ്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്
ലംഘതി ജ്ഞാനസീമായാം പ്രാപ്നോതി ഇതി. ലംഘതി ജ്ഞാനസീമ, ജ്ഞാനസീമയെ ലംഘനം അല്ലെങ്കിൽ ജ്ഞാനസീമയ്ക്ക് മുന്നിൽ പോയവർ അവരാണ് രഘുവംശത്തിലുള്ളവർ. ഇനി വംസ്, രഘുവംശം. വംസ് എന്ന് പറയുന്നത് വമ ഉദ്ഗാരേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനസീമയിൽ നിന്ന് മുന്നോട്ട് കയറി അതിനെ പുറത്തേക്ക് വിസ്തരിക്കുന്നവരാണ് രഘുവംശത്തിലുള്ളവർ, അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയാണ് രഘുവംശം. അപ്പോൾ രാമൻ്റെ വംശത്തിലുള്ള എല്ലാവരും ജ്ഞാനസീമയെ കടന്നവർ എന്നാണ്. ഇനി അവരുടെ തലസ്ഥാനം നോക്കിയാലും മനസ്സിലാവും അത് അയോധ്യയാണ്, യുദ്ധം നടക്കാത്ത സ്ഥലം, കോൺട്രഡിക്ഷൻസ് ഇല്ലാത്ത സ്ഥലം എന്നും കൂടിയാണ് പറയുന്നത്. അപ്പോൾ ജ്ഞാനത്തിൻ്റെ സ്വരൂപമായി പുറത്തേക്ക് വരുന്നതാണ് രഘുവംശം. ഇത് എന്തുകൊണ്ടാണ് പറയണ വെച്ചാൽ നമുക്കിത് മനസ്സിലായാലാണ് ദശരഥനെയും ദശരഥൻ്റെ ഭാര്യമാരെയും ദശരഥൻ്റെ പുത്രന്മാരെയും മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ഐഡിയ നമ്മുടെ തലയിൽ വേണം. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. പോയോ? എൻ്റെ കൂടെ അല്ലേ എല്ലാവരും ഇതുവരെ? അതായത് എല്ലാത്തിനും ഒരു ധാതു ഉണ്ടെന്നും ആ ധാതുവിലൂടെയാണ് നമ്മൾ എല്ലാ പേരുകളും മനസ്സിലാക്കേണ്ടതെന്നുമാണ് നമ്മളുടെ ആദ്യത്തെ പോയിന്റ്. വരുമോ? ഓക്കെ. ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം ഒന്ന് കൈവക്കാവോ എല്ലാവരും? ഒന്ന് കൈവക്കാവോ എല്ലാവരും? താങ്ക് യു. നിങ്ങൾ ഈ കൈ പൊക്കുന്ന സമയത്ത് എന്തൊക്കെ അകത്ത് നടന്നു എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ഇത് ഞാനൊരു ആയുർവേദ ഡോക്ടറായിട്ടാണ് ഞാൻ പറയണത്. നമ്മുടെ അകത്ത് എന്തൊക്കെ നടക്കണു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടി നമുക്ക് എടുക്കാം. അതിനു മുന്നേ 4 സ്റ്റേജിലൊരു സീക്വൻസിലൂടെയാണ് നമ്മളൊരു കർമ്മം ചെയ്യുന്നത്, നമ്മളൊരു ക്രിയ ചെയ്യുന്നത്, നമ്മളൊരു ബോഡി മൂവ്മെൻറ്റ് ചെയ്യണത്. ആ 4 എണ്ണത്തിനൊരു ശ്ലോകമുണ്ട്. ആത്മജന്യാത് ഭവേ ചേഷ്ട, ചേഷ്ടാജന്യാത് ഭവേ കൃതി, ആത്മജന്യാത് ഭവേദിച്ഛ, ഇച്ഛാജന്യാത് ഭവേത് കൃതി, കൃതിജന്യാത് ഭവേത് ചേഷ്ട, ചേഷ്ടാജന്യാത് ഭവേത് ക്രിയ എന്ന് പറഞ്ഞൊരു 4 സ്റ്റെപ്പുള്ളൊരു സീക്വൻസ് ആണ് ഏതൊരു ക്രിയ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നതും ഈ 4 സ്റ്റേജിലൊരു സീക്വൻസാണ്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഇന്ന് ഇവിടെ വരാൻ നിങ്ങൾ ഓരോരുത്തരും തീരുമാനിച്ചപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവുക ഒരു ഇച്ഛയാണ്. അത് ഉണ്ടാവുന്നത് ആത്മാവിൽ നിന്നാണ്. ഞാൻ ആത്മാവിനെ കുറിച്ച് പറയണത് എന്താണെന്ന് വെച്ചാൽ ന്യായത്തിൽ പറയുന്ന ജ്ഞാനാധികരണം ആത്മാ, അതായത് ജ്ഞാനത്തിൻ്റെ അധികരണമാണ് ആത്മാ. ശുദ്ധമായ ജ്ഞാനത്തിൽ നിന്നാണ് നമുക്കൊരു ഇച്ഛ ഉണ്ടാവുക. ആ ആത്മാവ് ദുഷിതമാവുമ്പോഴാണ് ഇച്ഛ ദുഷിതമാവുന്നത്. അങ്ങനെ ജ്ഞാനം ദുഷിക്കുമ്പോഴാണ് ഇച്ഛ ദുഷിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടായൊരു ആഗ്രഹമാണ് ഇവിടെ വരണം എന്ന് പറഞ്ഞ ആദ്യത്തെ ഇച്ഛ. അതിനുശേഷം നിങ്ങൾക്ക് ഈ ആഗ്രഹം കുറച്ച് നല്ലോണം വരണം എന്ന് തീരുമാനമായപ്പോൾ നിങ്ങളുടെ അകത്ത് നിങ്ങൾ അറിയുന്നതിന് മുന്നേ നിങ്ങളെ നാഡീ ഞരമ്പുകളിലൂടെ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങളുടെ പല ഓർഗൻസിലേക്കും, നിങ്ങളുടെ ഓരോ മസിൽസിലേക്കും. ഇനി അത് കഴിഞ്ഞ് മൂന്നാമത്തതാണ്. അപ്പോൾ രണ്ടാമത്തതാണ് ഇച്ഛ, രണ്ടാമത്തെ കൃതി. ഇനി മൂന്നാമത്തത് വരുന്ന ചേഷ്ട. ചേഷ്ട എന്ന് പറഞ്ഞാൽ സ്മോൾ ജെസ്റ്റേഴ്സ്. നിങ്ങൾ ഓരോ അടി മുന്നോട്ട് വയ്ക്കുന്നു, നിങ്ങൾ ഓരോ കാൽവെപ്പും മുന്നോട്ട് വയ്ക്കുന്നു, അത് ചെറിയ ചെറിയ ചേഷ്ടകളാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ക്രിയ. ഇതൊരു കംപ്ലീറ്റ് മൂവ്മെൻ്റ് ആയിട്ട് മുന്നോട്ട് വരുന്നതാണ് അവസാനത്തെ 4-മത്തെ. സോ ആത്മജന്യാത് ഭവേദിച്ഛ, ഇച്ഛാജന്യാത് ഭവേത് കൃതി, കൃതിജന്യാത് ഭവേത് ചേഷ്ട, ചേഷ്ടാജന്യാത് ഭവേത് ക്രിയ. ഇനി നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ഇപ്പം നിങ്ങൾ കാലെടുത്ത് വയ്ക്കുന്നു അല്ലെങ്കിൽ ഒന്ന് തിരിഞ്ഞിരിക്കുന്നു, ഇതിനെല്ലാത്തിനും പുറകിൽ ഒരു ഇച്ഛയും കൃതിയും ചേഷ്ടയും ക്രിയയും ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഇതാണ് രണ്ടാമത്തെ. ഇങ്ങനെയാണ് ഒരു ബോഡി പ്രവർത്തിക്കുന്നത്, ഇങ്ങനെയാണ് നിങ്ങളുടെ ശരീരം പ്രവർത്തിക്കുന്നത്. ഇനി മൂന്നാമത്തെ, നമ്മൾ ഒരുപാട് മോഡേൺ സയൻസ് ഒരുപാട് വായിക്കാറുണ്ട്. പക്ഷേ ആയുർവേദത്തിൽ ഒരു ശരീരം എങ്ങനെ ചലിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ വരുന്ന ഉത്തരം അത് 10 പ്രാണൻ ഉള്ളതുകൊണ്ടാണ്. 10 വായുക്കൾ അല്ലെങ്കിൽ 10 പ്രാണന്മാരുള്ളതുകൊണ്ടാണ്. ഈ 10 പ്രാണന്മാർ ആക്ച്വലി സ്ലൈഡിലുണ്ട്. താങ്ക് യു. നെക്സ്റ്റ് തിരിച്ചെത്തി.
പോട്ടെ 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 ഇത് കഴിഞ്ഞു. നെക്സ്റ്റ്. പോട്ടെ പോട്ടെ അടുത്ത് ഒരെണ്ണോടി. ഓക്കെ, ഇങ്ങനെ 10 പ്രാണന്മാരുള്ളത് കൊണ്ടാണ് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നത്. അത് മേജർ ആൻഡ് മൈനർ രണ്ടുപേരുണ്ട്. മേജർ എന്ന് പറയുന്നതാണ് പ്രാണ, അപാന, സമാന, ഉദാനൻ, വ്യാനൻ എന്ന് പറഞ്ഞ 5 എണ്ണവും, അപ്പുറത്തുള്ള നാഗൻ, കൂർമൻ, കർക്കലൻ, ദേവദത്തൻ, ധനഞ്ജൻ എന്ന് പറഞ്ഞ 5 മൈനർ പ്രാണന്മാരുള്ളത് കൊണ്ടാണ് നമുക്ക് മൂവ്മെൻറ്റ് സാധിക്കണം. ഇത് തന്നെയാണ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ശരീരചേഷ്ടകൾ മാത്രമല്ല, എവറിത്തിങ് ഫ്രം ബ്രീതിങ് ടു ഡൈജഷൻ ടു നെർവ് ഫങ്ഷൻ, ഇതെല്ലാം നടക്കുന്നത് ഈ 10 പേരുള്ളത് കൊണ്ടാണ്. ഇതെല്ലാവരും കോർഡിനേഷനിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ കർമ്മങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കും. പക്ഷേ ഇതിലേതെങ്കിലും ഒരെണ്ണം, ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ഡോക്ടറായിട്ട് പറയാണ്, ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രാണൻ കഴിഞ്ഞ് അപാനൻ എന്ന് പറയുന്നില്ലേ, അതുമൂലം മനുഷ്യരിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതായത് ഇരിപ്പ് തുടങ്ങിയ പിന്നെ ശോധന നേരാവാണ്ടായി, ഇത് നേരാവാണ്ടാവുമ്പോൾ ബുദ്ധി നേരാവാണ്ടാവും, ബുദ്ധി നേരാവാണ്ടായി കഴിഞ്ഞാൽ ചേഷ്ടകളെല്ലാം പോവും. അപ്പോൾ ഇങ്ങനെ ഓരോന്നിനും അതിൻ്റേതായ റോളുണ്ട്. അത് നേരാവണ്ണം വേണ്ട കാര്യങ്ങളെല്ലാം ശരീരത്തിൽ ചെയ്യണ സമയത്താണ് ആരോഗ്യം എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റസ് നമുക്കുണ്ടാവുക. ഇനി നമ്മുടെ ആദ്യത്തെ ക്യാരക്ടർ ആരാ രാമായണത്തിൽ? രാമൻ്റെ അച്ഛൻ ആരായിരുന്നു? ദശരഥൻ എന്നല്ലേ? അല്ല, ആദ്യത്തെ പദം എന്തായിരുന്നു? നെക്സ്റ്റ്. നെക്സ്റ്റ്. ആദ്യത്തെ പദം എന്തായിരുന്നു? ദശ. ഈ ദശ എന്ന് പറയണത് 10 പ്രാണൻ ആണ്. ഈ 10 പ്രാണന്മാരെയും നിയന്ത്രിക്കാൻ കഴിയുന്നവനാരോ അവനാണ് ദശരഥൻ. ഈ 10 പ്രാണന്മാരെ നിയന്ത്രിക്കാൻ കഴിയുന്ന ആരുണ്ടോ അവരാണ് ദശരഥൻ. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ദശരഥൻ ഒരു സ്റ്റോറിയിലെ ഒരു കിങ് അല്ലെങ്കിൽ രാജാവ് മാത്രമല്ല, പൂർണ്ണ ശരീരവർത്തിയായ പ്രാണന്റെ വിവിധ രൂപങ്ങൾ 10 നമ്മൾ പറഞ്ഞത്, അതിനെ സുഷ്ടുവായി അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ല രീതിക്ക് കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു ഹ്യൂമൻ ബോഡിയെയാണ് ദശരഥൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തെ, നമ്മുടെ ഫിസിക്കൽ ബോഡിയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യണം. സോ ദശരഥ ഈസ് നോട്ട് എ കിങ് ഇൻ ദ സ്റ്റോറി, ഇറ്റ് ഈസ് ആർ ബോഡി. ഇനി ആയുർവേദത്തിലൂടെ നോക്കാം. ദശരഥന് എപ്പോഴൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, അപ്പം ദശരഥൻ കാരണമല്ല മിക്കവാറും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവുക. ദശരഥനുള്ള വേറെയും കുറച്ച് പേരുണ്ട്, അത് നമ്മൾ പരിചയപ്പെടും കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഓരോ തവണയും നമുക്ക് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഇൽനെസ് ഉണ്ടായിട്ടുണ്ടോ, ദശരഥത്വം എന്ന് പറഞ്ഞതാണ് ചാലഞ്ച്ഡ് ആയത്. ഇനി ഇതിനെ തന്നെ ഓക്കെ, നമ്മൾ കുറച്ചുകൂടി ഡീപ്പറായിട്ട് പോയി കഴിഞ്ഞാൽ പുരുഷ സൂക്തം എന്ന് പറഞ്ഞൊരു സൂക്തം കേട്ടിട്ടുണ്ടാവില്ല എല്ലാവരും അല്ലേ? പുരുഷ സൂക്തം. അതിനകത്ത് പറയുന്നുണ്ട്, സഹസ്രനാമനെ പുരുഷ സഹസ്രാക്ഷ സഹസ്രശീർഷ പുരുഷായ സഹസ്രാക്ഷ. അപ്പോൾ അവിടെ പറയുന്നത് 10 പ്രാണന്മാരും അതേപോലെ അവരുടെ 10 മൂവ്മെൻറ്റുകളും 10 ഗതികളും ഉണ്ടാവുമ്പോൾ 10 പ്രാണന്മാരും അവർക്ക് ഓരോരുത്തർക്കുള്ള 10 ഗതികളും ഉണ്ടാവുമ്പോഴാണ് ഒരു മനുഷ്യന് സ്ഥിതി ഉണ്ടാവുക, അല്ലെങ്കിൽ ആരോഗ്യത്തോടെ ഇരിക്കുക. ഇനി ഈ 100, അതായത് 10 × 10 എന്ന് പറഞ്ഞ ഇവരുടെ ഒരു ഈ ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ഇവർക്കുണ്ടായ ഒരു ഡൈവേഴ്സിഫിക്കേഷനെ നമ്മളിനി 10 കൊണ്ട് കൂടി മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കാം. 10 ഡിഫറെൻറ്റ് ഡയറക്ഷൻസിലും കൂടി പോവുകയാണെങ്കിൽ അത് 1000. അങ്ങനെ ഒരു മനുഷ്യന് 1000 തരത്തിലുള്ള ചേഷ്ടകൾ അല്ലെങ്കിൽ 1000 തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ് പോസിബിൾ ആണ്. ഇതെല്ലാം വളരെ ഭംഗിയായി ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നു ദശരഥൻ. അത് ആരെയാണ് ആക്ച്വലി പറയണേ? നമ്മുടെ ബോഡിയാണ് ഈ പറയണത്. എല്ലാവരും എൻ്റെ കൂടെ അല്ലേ ഇതുവരെ? നമ്മുടെ ഹ്യൂമൻ ബോഡിയാണ് പറയണത്. ഇനി അടുത്തത്
ദശരഥന് 3 ഭാര്യമാരുണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു? നമുക്ക് ഇൻട്രാക്റ്റീവ് ആക്കാം, 7 മണിയാവാറയില്ലേ. ആരൊക്കെയായിരുന്നു? കൗസല്യ, കൈകേയി, സുമിത്ര, അങ്ങനെ 3 പേര് ഉണ്ടായിരുന്നു. അല്ല, ആദ്യത്തെ നമുക്കിത് വേണമെങ്കിൽ ഇതിനകത്ത് പോളിറ്റിക്സും അതൊക്കെ ഡിസ്കസ് ചെയ്യാം. അതായത് കൈകേയി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി, അത് മന്ധരയുടെ ഇതുകൊണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, അങ്ങനെ ഇത് പറയാം. പക്ഷേ അതൊരു തലത്തിൽ ഇതിന് ഒരു ഇതിഹാസം അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററിയുടെ ഒരു തലം, അതേപോലെ തന്നെ ഭക്തിയുടെ ഒരു തലമുണ്ട്. ഇത് നമ്മൾ നോക്കുന്നത് ഇതിൽ ശാസ്ത്രം അല്ലെങ്കിൽ ഇതിന് വേറെ എന്തെങ്കിലും രീതിക്ക് കാണാൻ പറ്റുമെന്ന് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ആളെന്ന് പറയുന്നത് കൗസല്യാണ്. ഈ കൗസല്യ എന്ന് പറയണതിന് കുസ് എന്ന് പറഞ്ഞൊരു ധാതുവിൽ നിന്നാണ്. എന്താ? കുസ് എന്ന് പറഞ്ഞ ധാതുവിൽ നിന്നാണ് കൗസല്യ എന്ന പദം വന്നത്. കുസിന് ശ്ലേഷണം. ശ്ലേഷണം എന്ന് പറഞ്ഞാൽ കൂട്ടി നിർത്തൽ അല്ലെങ്കിൽ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞ അർത്ഥത്തിലാണ് അതിനവിടെ എടുത്തിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ 6 അംഗങ്ങളുണ്ട്. ഷഡംഗം എന്ന് പറയണ 4, 2 കൈ, 2 കാല്, ഉടല്, തല. ഈ 6 അംഗങ്ങളും ഒരേപോലെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ക്രിയ സാധിക്കുള്ളൂ. കറക്റ്റ് അല്ലേ? നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ ഇത് 6 ഒരുമിച്ച് വേണ്ടേ? ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് നേരവണ്ണം കാര്യം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഈ എല്ലാത്തിനും ഒരുമിച്ച് നിർത്തലാണ് കൗസല്യ, അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയാണ് കൗസലത്വം എന്ന് പറയുന്നത്. ഇനി ഓരോ തവണ ഇവിടെ യോഗ ചെയ്യുന്ന എത്ര പേരുണ്ട്? യോഗ പ്രാക്ടീസ് ചെയ്യുന്നവർ. നിങ്ങൾ ഓരോ തവണ ഓരോ ആസനം ചെയ്യുമ്പോഴും സൂര്യനമസ്കാരം ചെയ്യുമ്പോഴും ഈ 6 എണ്ണങ്ങൾ ഒരുമിച്ച് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഇൻറ്റഗ്രേഷനാണ് കൗസല്യ. ഇതെന്തുകൊണ്ടാണ് പറയണ വെച്ചാൽ കൗസല്യയിൽ നിന്നാണ് ആര് വന്നത്? ശ്രീരാമൻ വന്നത്. നമ്മളവിടെ കണക്ട് ചെയ്യും. ഇപ്പോഴല്ല, ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മളെന്നെ കണക്ട് ചെയ്യും. രണ്ടാമത്തെ ആൾ ആരായിരുന്നു? രണ്ടാമത്തെ ആൾ കൈകേയി. കൈകേയി എന്ന് പറഞ്ഞാൽ കെ ശബ്ദേ, കൈ ശബ്ദേ എന്ന് പറഞ്ഞാൽ കൈ എന്ന് പറഞ്ഞ ധാതുവിൽ നിന്നാണ് കൈ ശബ്ദേ. ശബ്ദമാണ് കൈകേയി. നമ്മുടെ ശരീരത്തിൽ നമുക്ക് നമ്മുടെ കൈ അനക്കണമെങ്കിൽ എന്തൊക്കെ ഉണ്ടാവണം? തലയിൽ ഇച്ഛ ഉണ്ടാവണം, അത് നമ്മളിപ്പോൾ പറഞ്ഞത്. അതല്ലാണ്ടൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു നെർവ് ഇമ്പൾസ് കയ്യിലേക്ക് വരണോ? വേണ്ടേ? തലയിൽ നിന്ന് നമ്മൾ ആലോചിച്ചൊരു സാധനം സ്പൈനിലൂടെ പോയി നമ്മുടെ കയ്യിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് കൈ ഇതുപോലെ അനക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഇത് ഇന്ന് പറയപ്പെടുന്നു തരംഗങ്ങളാണെന്ന്, ശരിയല്ലേ? നെർവ് ഇമ്പൾസസ് എന്ന് പറഞ്ഞ തരംഗങ്ങളാണ്. അപ്പോൾ ഇവിടെ കൈ ശബ്ദേ, ശബ്ദ തരംഗങ്ങളാണെങ്കിൽ ഈ കൈകേയി അല്ലെങ്കിൽ കൈ എന്ന് പറഞ്ഞ് കൈകേയിയെ പറഞ്ഞത് ഈ തരംഗങ്ങളെ മുൻനിർത്തിയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഓരോ ചലനത്തിനും കാരണം കൈകേയിയാണ്. ശരിയാണോ? കൈ ശബ്ദേ, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഓരോ ചലനത്തിനും കാരണം. നിങ്ങൾ കാര്യം കൂടി ആലോചിക്കണം കേട്ടോ. അതായത് മന്ധര പറയണവരെ കൈകേയിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ശരിയല്ലേ? നമുക്ക് തൽക്കാലം ആ ഭാഗം ഒന്ന് മാറ്റിവെക്കാം. ഓക്കെ? കൈ ശബ്ദേ, അതായത് ശബ്ദ തരംഗങ്ങൾ വളരെ ഭംഗിയായിട്ട് സുഷ്ടുവായിട്ട് ശരീരത്തിലൂടെ ചലിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ചലനം പോസിബിൾ ആവുന്നത്. അപ്പോൾ ഈച്ച് സിഗ്നൽ ദാറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ യുവർ ബോഡി ഈസ് ബിക്കോസ് ഓഫ് കൈകേയി. ഇനി മൂന്നാമത്തെ വേറൊരു കാര്യം കൂടി ഉണ്ട്. രാമായണത്തിൽ ഒരുവിധം സംഭവങ്ങളെല്ലാം തുടങ്ങിയതും കൈകേയി പറഞ്ഞപ്പോഴാണ്, ശരിയല്ലേ? അപ്പോൾ ആ മൂവ്മെൻറ്റ് തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം കൈകേയി തന്നെയാണ്. ഇനി അടുത്തത് സുമിത്ര, മൂന്നാമത്തെ ആൾ. സു എന്ന് പറഞ്ഞ ധാതുവും മാ എന്ന് പറഞ്ഞ ധാതുവാണ് സുമിത്രയുള്ള. മിത്രം ഉണ്ട്, പക്ഷെ സു ഉണ്ട്, മാ ഉണ്ട്. സു എന്ന് പറഞ്ഞാൽ സുപ്രസവ ഐശ്വര്യോഹോ എന്ന് പറഞ്ഞ ധാതുവിൽ നിന്നും മാ എന്ന് പറഞ്ഞ മാ മാണേ പരിമാണേ എന്ന് പറഞ്ഞ അർത്ഥത്തിൽ നിന്നുമാണ് ഇത് വന്നിരിക്കണം. അപ്പോൾ സുപ്രസവ ഐശ്വര്യോഹോ അല്ലെങ്കിൽ റൈറ്റ്നെസ്, ഫുൾനെസ്, സുഷ്ടുവായിരിക്കൽ എന്നൊക്കെയാണ് അർത്ഥം. രണ്ടാമത്തത് മാ മാണേ പരിമാണേ, അതായത് മെഷർ ചെയ്ത് വേണ്ടത് മാത്രം. മാത എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? നമ്മുടെ വീട്ടിൽ വരുന്ന കാര്യങ്ങളെ മാനം കൊണ്ട് ആവശ്യത്തിനനുസരിച്ച് ഓരോരുത്തർക്കും കൊടുക്കുന്ന ആളാണ് മാത, ശരിയല്ലേ? വീട്ടിലുള്ള കാര്യങ്ങൾ ആവശ്യത്തിന് എല്ലാവർക്കും കൊടുക്കുന്ന ആളല്ലേ മാത. അപ്പോൾ ഇതേപോലെ തന്നെ മാ എന്ന് പറയണത് മാ മാണേ പരിമാണേ, വേണ്ട കാര്യങ്ങൾ വേണ്ട അളവിൽ വേണ്ട ആൾക്ക് കൊടുക്കലാണ് മാ.
അങ്ങനെ 2 പദങ്ങൾ ചേർന്നാണ് സുമിത്ര. അപ്പോൾ വേണ്ട സാധനങ്ങൾ ഇനി എല്ലാ ഭാഗങ്ങളും ഉണ്ട്, ശബ്ദമുണ്ട്, പക്ഷെ എന്ത് പുറത്ത് വരണം എന്ന് തീരുമാനിക്കുന്ന ആരാ? നമ്മുടെ ശരീരത്തിൽ സുമിത്ര. സുമിത്രയാണ് നമ്മുടെ ശരീരത്തിൽ എന്ത് പുറത്ത് വരണം എന്ന് കൃത്യമായി തീരുമാനിക്കുന്ന ആള്. കാലിബ്രേഷനാണ്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അത് കാലിബ്രേഷനാണ്. ഇനി രസം എന്താ വെച്ചാൽ നമുക്കൊരു നല്ലൊരു ഇച്ഛ ഉണ്ടാവും, പക്ഷെ വായെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. എത്ര പേരത് ശ്രദ്ധിച്ചിട്ടുണ്ട്? അവനവൻ്റെ ജീവിതത്തിലും ബാക്കിയുള്ളവരുടെ അടുത്തൊന്നും ശ്രദ്ധിച്ചവരുണ്ടാവില്ലേ? അതായത് ഒരു കാര്യം ചിന്തിക്കും, പക്ഷെ വേറൊരു കാര്യമായിരിക്കും പുറത്തു വരിക. അത് ഈ സുമിത്രത്വത്തിൽ പ്രശ്നം വരുമ്പോഴാണ്, സുമിത്രയ്ക്ക് പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്. സോ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ഇൻറ്റൻഷൻ ആൻഡ് ദ റൈറ്റ് എക്സിക്യൂഷൻ ഇസ് സുമിത്ര. നിങ്ങളുടെ ശരീരത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും, ഫിസിക്കലാവാം, സൈക്കോളജിക്കലാവാം. നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലായിരിക്കും പ്രശ്നം. ഒന്നല്ലെങ്കിൽ കൗസല്യ, അല്ലെങ്കിൽ കൈകേയി, അല്ലെങ്കിൽ സുമിത്ര. ഇത് നിങ്ങളുടെ ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരെണ്ണത്തിലായിരിക്കും മിക്കവാറും പ്രശ്നം ഉണ്ടാവുക. ഓരോ അസുഖവും ഓരോ പ്രശ്നങ്ങളും അതാണ്. ഫോർ എക്സാമ്പിൾ, കൈ ഒടിഞ്ഞു, കൗസല്യയുടെ പ്രശ്നമാണ്. രണ്ടാമത്തെ നെർവ് ഇമ്പൾസസ്, ഇപ്പോൾ സ്ട്രോക്ക് പോലത്തെ കാര്യങ്ങൾ വരുമ്പോൾ കൈകേയിലെ പ്രശ്നമാണ്. മൂന്നാമത്തെ വേണ്ട അളവിലെല്ലാം ആവശ്യത്തിൽ കൂടുതൽ ചെയ്തു, അവിടെ സുമിത്രയാണ് അവിടുത്തെ പ്രശ്നം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ട കാര്യം ഇതിലേതിലാണ് പ്രശ്നം വരുന്നത് എന്നുള്ളതാണ്. ഇനി അടുത്ത് പുത്രന്മാരെ പരിചയപ്പെടാം. റെഡിയാണോ? എത്ര പുത്രന്മാരുണ്ട്? എത്ര പേരുണ്ട്? എല്ലാം ഒന്ന് കൈകൊണ്ട് കാണിക്കാം. എത്ര പേരുണ്ട്? 4 പേര് അല്ലേ? 4 പുത്രന്മാർ. നമുക്ക് ഓരോരുത്തരെ എടുക്കാം. ഇനി ഓരോരുത്തരെ എടുക്കാം. രാമൻ, രമക്രീഡായാം എന്ന് പറഞ്ഞ ധാതുവിൽ നിന്നാണ് രാമൻ വന്നേക്കുന്നത്. എന്താണ് രമക്രീഡായാം? രമന്തി യോഗിനഃ അസ്മിൻ ഇതി രാമഃ എന്ന് പറഞ്ഞാണ് അതിൻ്റെ നിരുക്തം വരുന്നത്. രമന്തി യോഗിനഃ അസ്മിൻ ഇതി രാമഃ. എന്തെങ്കിലും ഒരു ക്രിയ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഉണ്ടാവേണ്ടത് എന്താണ്? ആ സ്റ്റേജ് നോക്കിയാൽ മതി. ആദ്യം ഉണ്ടാവേണ്ടത് ഇച്ഛയാണ്, ശരിയല്ലേ? നമുക്ക് വേണം എന്നൊരു ആഗ്രഹം തോന്നലാണ് ആദ്യത്തെ കാര്യം. സോ ആ ഇച്ഛ വരുന്നത് ശ്രീരാമനിൽ നിന്നാണ്. ഇച്ഛ വരുന്നത് രാമത്വമാണ്. ഇച്ഛ വരുന്നതാണ് രാമത്വം. രണ്ടാമത്തത് ഭരതൻ, ഭൃ, ധാരണ പോഷണം. അതായത് രാമന്റെ പാതുകം കൊണ്ടേതാരാ? ഭരതനല്ലേ? അപ്പൊ ധരിച്ചുകൊണ്ടാണ് പോയത്, ഭരതനാണ് ധരിച്ചുകൊണ്ട് പോയത്. അപ്പോൾ ആ ധാരണ ചെയ്യുന്ന, ഇച്ഛയെ ധാരണം ചെയ്യുന്ന കൃതി എന്ന് പറഞ്ഞാൽ ഇന്റേണൽ മൊബിലൈസേഷൻ എന്ന് പറയുന്നതാണ് ഭരതൻ. ഇനി മൂന്നാമത്തെ ലക്ഷ്മണൻ. ലക്ഷ്മണൻ എന്നും ശ്രീരാമന്റെ കൂടെ ഉണ്ടായിരുന്നു, ശരിയല്ലേ? ചേഷ്ട, ഇച്ഛയുടെ കൂടെ എന്നും ഉണ്ടാവുന്ന ആളാണ് ചേഷ്ട. ഇച്ഛയുടെ കൂടെ എന്നും ചേഷ്ട ഉണ്ടാവും. ലക്ഷ്യദർശനേ എന്ന് പറഞ്ഞാണ് അതിൻ്റെ നിരുക്തം വരുന്നത്. ഒരു ഇച്ഛ കംപ്ലീറ്റ് ആവണമെങ്കിൽ അവിടെ ചേഷ്ട ഉണ്ടായേ തീരൂ. ഒരു ഇച്ഛ കംപ്ലീറ്റ് ആവണമെങ്കിൽ അവിടെ ചേഷ്ട ഉണ്ടായേ തീരൂ. അതുകൊണ്ടാണ് രാമനും ലക്ഷ്മണനും എന്നും ഒരുമിച്ചുള്ളത്. ഇനി നാലാമത്തെ ശത്രുഘ്നൻ. ഇതിനെ ലോകത്തിലേക്ക് എത്തിക്കാൻ, ജഗത്തിലേക്ക് എത്തിക്കണമെങ്കിൽ, ജം ഗമ്യതേത്തി ജഗത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിലൂടെ വിസ്തരിക്കുന്നതാണ് ജഗത്ത്. നമ്മൾ കണ്ണു തുറക്കുമ്പോൾ കാണുന്നതാണ് ജഗത്ത്. ഇത് ജഗത്തിൽ വരണമെങ്കിൽ ശത്രുഘ്നത്വം ഉണ്ടായാലേ ഈ പറഞ്ഞ കാര്യം ഉണ്ടാവില്ല. അത് ഷോ തനൂകരണ, അതായത് വിസ്തരിപ്പിക്കലാണ് ശത്രുഘ്നൻ. ഷോ തനൂകരണ എന്ന് പറഞ്ഞ ധാതുവിൽ നിന്ന്. അപ്പോൾ വിസ്തരിപ്പിക്കലാണ് ശത്രുഘ്നന്റെ ധർമ്മം. ഇങ്ങനെ 4 എണ്ണം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുക. ഇനി നെക്സ്റ്റ്, ഒരു മിനിറ്റ് അത് മുന്നേ പോണേന് മുന്നേ ഇനി 4 അമ്പലങ്ങൾ എത്ര പേര് പോകാറുണ്ട്? 4 അമ്പല ദർശനം. ഈ പറഞ്ഞ 4 എണ്ണത്തിനെ ശരിയാക്കാനാണ് 4 അമ്പല ദർശനം. അതായത് നല്ല ഇച്ഛ ഉണ്ടാവാൻ, അതിലൂടെ നല്ല കൃതി ഉണ്ടാവാൻ, അതിലൂടെ നല്ല ചേഷ്ട ഉണ്ടാവാൻ, അതിലൂടെ നല്ല ക്രിയ ഉണ്ടാവാൻ. ഈ 4 കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി, നന്നായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈ 4 കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയാണ് 4 അമ്പല ദർശനം. ഇതേ ലോജിക്കാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. ഇനി മദർ സൺ പെയറിങ്സ്. എങ്ങനെയാണ് ഇവരുടെ പെയറിങ്സ് വരയ്ക്കുന്നത്? തനയഹ അല്ലെങ്കിൽ തനയൻ എന്നാണ് പറയുന്നത്. തനോതി കുലമിതി വിസ്താര്യതി തനയ. അതായത് തന്നിൽ നിന്ന് വിസ്തരിക്കുന്നതാണ് തനയൻ. ആരിൽ നിന്നാണ് ഒരു കുട്ടി വിസ്തരിക്കുന്നത്? ഒരു അമ്മയിൽ നിന്നാണ് കുട്ടി വിസ്തരിക്കുന്നത്, ശരിയല്ലേ? ഗർഭം, അത് കഴിഞ്ഞാൽ അമ്മയുടെ വിസ്താരം, അല്ലെ അമ്മയുടെ ശരീരത്തിലുണ്ടായിരുന്ന മാംസപിണ്ഡം മാത്രമാണ് ഒരു പുത്രൻ അല്ലെങ്കിൽ ഒരു പുത്രി. തനയഹ എന്നാണ് പറയുന്നത്. തന്നിൽ നിന്ന് വിസ്തരിക്കുന്നതാണ്.
അപ്പോൾ രാമൻ്റെ അമ്മയാണ് കൗസല്യ. നെക്സ്റ്റ് എല്ലാം നെക്സ്റ്റ് അവിടെ കിട്ടും. അപ്പോൾ രാമൻ്റെ അമ്മയാണ് കൗസല്യ. ഒരു നല്ലൊരു ഇച്ഛ ഉണ്ടാവണമെങ്കിൽ എല്ലാ ശരീരഭാഗങ്ങളും നന്നായി പ്രവർത്തിക്കണം എന്നുള്ളതിൻ്റെ ഒരു നല്ലൊരു ഉദാഹരണമാണ്. ഒരു ഡിസയർ, നല്ലൊരു ഇച്ഛ ഉണ്ടാണെങ്കിൽ ഒരു ഇൻറ്റഗ്രേറ്റഡ് സ്റ്റേറ്റ്, മൈൻഡും ബോഡിയും എല്ലാം നന്നായി ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മാത്രമേ നല്ല ഇച്ഛ ഉണ്ടാവുള്ളൂ. അത് ആദ്യത്തത്. രണ്ടാമത്തെ ഭരതനും കൈകേയിയും. ഈ ഇച്ഛ ശരീരത്തിൽ നടക്കണമെങ്കിൽ ശബ്ദതരംഗങ്ങൾ, നെർവ് ഇമ്പൾസസിന്റെ രൂപത്തിൽ ഈ ഇച്ഛയെ താങ്ങി പിടിച്ചുകൊണ്ട് നാഡീഞരമ്പുകളിലൂടെ ഈ ശബ്ദതരംഗങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ഇച്ഛ ഒരു ചേഷ്ടയിലേക്ക് എത്തുള്ളൂ. ശരിയല്ലേ? അപ്പോൾ അതിനാണ് ഭരതത്വം. ഇനി മൂന്നാമത്തെ ലക്ഷ്മണനുണ്ട്, ശത്രുഘ്നനുണ്ട്. ആരുടെ തനേര? സുമിത്രയുടെ. അപ്പോൾ ഈ പറഞ്ഞ ലക്ഷ്മണ ശത്രുഘ്നന്മാർ നേരാവണ്ണം പ്രവർത്തിച്ചാൽ മാത്രമേ അവിടെ സുമിത്രത്വം പോസിബിൾ. അല്ലെങ്കിൽ സുമിത്രത്വം ഉണ്ടാവുന്നത് ലക്ഷ്മണ ശത്രുഘ്നന്മാരുള്ളത് കൊണ്ടാണ്. ഒരു ജെസ്റ്ററോ ഒരു 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 ചേഷ്ടയോ അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ, ഒരു ക്രിയ ആവണമെങ്കിൽ ഈ പറഞ്ഞ സുമിത്രത്വം അവിടെ വേണം. അല്ലെങ്കിൽ വാക്ക് പഴയ്ക്കും, ക്രിയ പഴയ്ക്കും, ഇതെല്ലാം ഉണ്ടാവും. ഇതുണ്ടാവുന്ന ഈ ഒരു ഇൻറ്റഗ്രേഷൻ പോകുന്നത് കൊണ്ടാണ്. ഇനി നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ കംപ്ലീറ്റ് സിസ്റ്റം നിങ്ങളുടെ മുന്നിൽ ഒരു കഥാരൂപത്തിൽ അവതരിപ്പിച്ചിരിക്കണം രാമായണം. ശരിയാണോ? ഒരു മനുഷ്യൻ എങ്ങനെ ഒരു ക്രിയ ചെയ്യണോ, എങ്ങനെ സുഷ്ടുവായി എങ്ങനെ നല്ലൊരു ക്രിയ ചെയ്യാം, അതിന് എന്തൊക്കെ കോമ്പണൻസ് ഉണ്ട്, അതിൽ ഏതൊക്കെ റെഡി ആവണം, എന്നാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു ഇതിഹാസമാണ് രാമായണം. ഇനി നെക്സ്റ്റ് സ്ലൈഡ്. രാമായണം എന്ന് പറയാൻ ഒരുപാട് കാവ്യങ്ങളുണ്ട്, ചരിത്രം സംസാരിച്ചിട്ടുള്ള ഒരുപാട് കാവ്യങ്ങളുണ്ട്. പക്ഷെ രാമായണം എന്തുകൊണ്ട് ഇന്ന് നമ്മൾ കേട്ടു എത്രയോ തരം രാമായണങ്ങളുണ്ട്. ഇത് ലാസ്റ്റ് ചെയ്യാൻ കാരണം എന്തായിരുന്നു? കാരണം എന്താ വെച്ചാൽ ഇതൊരു കഥ മാത്രമല്ല, ഇത് എന്താണ്, ഓരോ തവണ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ രാമായണത്തെയാണ് നമ്മളിലൂടെ വിസ്തരിപ്പിക്കുന്നത്. നമ്മൾ രാമായണം ജീവിക്കുകയാണ് ചെയ്യണേ നമ്മൾ ഓരോ ക്രിയ ചെയ്യുമ്പോഴും. അപ്പോൾ നമ്മുടെ ഓരോ ക്രിയയ്ക്കും അത്രയും പ്രാധാന്യം ഉണ്ടെന്നർത്ഥം. നെക്സ്റ്റ്. സോ ദശരഥനാണ് ഈ 10 പ്രാണങ്ങളെ നിയന്ത്രിക്കുന്ന 3 ഭാര്യമാർ. ദേ മേക്ക് ആക്ഷൻ പോസിബിൾ. അവരാണ് ക്രിയ മുന്നോട്ട് നയിക്കുന്നത്. ആൻഡ് ആരിലൂടെയാണ് ചെയ്യുന്നത്? 4 തനയന്മാരിലൂടെ അല്ലെങ്കിൽ 4 പുത്രന്മാരിലൂടെയാണ് അത് ചെയ്യുന്നത്. ഇതെല്ലാം നിങ്ങളിൽ തന്നെയാണ്. നമ്മൾ ഇത്രയും നേരം പുറത്തുനിന്ന് അകത്തേക്ക് പോണ കാര്യം സംസാരിച്ചത്. ഇപ്പം നമ്മൾ അകത്തുനിന്നൊരു സാധനം എങ്ങനെ പുറത്ത് വരുന്നു എന്നുള്ളതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് രാമായണം നമ്മുടെ അകത്തുള്ളത്? ആത്മാവിനാണ് തുടങ്ങണം. ആത്മജന്യാത് ഭവേദിച്ച, നമ്മൾ ആത്മാവിന് തുടങ്ങി എങ്ങനെ പുറത്തേക്ക് വരുന്നു എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്താണ്? നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഇംപ്ലിക്കേഷൻസ്? നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ്. നമ്മൾ വാൽമീകി, വ്യാസൻ എന്നിവരുടെ കൃതികളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ, മഹാഭാരതം ഇതുപോലെ തന്നെ കേട്ടോ, കൃതികളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇതേ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇത് രഘുവംശത്തിലുണ്ടെങ്കിൽ ബാക്കി ഏതൊരു ഫാമിലി, ഇതിഹാസത്തിൽ പറഞ്ഞിരുന്ന ഏത് ഫാമിലി എടുത്ത് നോക്കിയാലും ഇതുപോലെ തന്നെയാണ്. മഹാഭാരതം ജന്മനാ പഠിപ്പിക്കുന്ന പരമ്പരകൾ വരെ നമ്മുടെ ഭാരതത്തിലുണ്ട്. രാമായണം ജന്മനാ പഠിപ്പിച്ചിരുന്ന പരമ്പരകൾ നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ മഹാഭാരതം ഇന്നും അത് അതേപോലെ കൊണ്ടു നടക്കുന്നവരുണ്ട്. ഇനി ഒരുപാട് രാമായണങ്ങൾ പറഞ്ഞെങ്കിലും ഇതിനെല്ലാത്തിനെയും ഈ ധാതു എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ നിരുക്തം ധാതു എന്ന് പറഞ്ഞ ആ അർത്ഥത്തിലൂടെ നമ്മൾ ഓരോരോ നാമങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വ്യത്യസ്തമായ അർത്ഥതലങ്ങൾ അതിൽ നിന്ന് തെളിയിക്കാൻ പറ്റും. ഇനി ഈ ഒരു പേപ്പർ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡായിട്ടാണ്. അടുത്തത് രണ്ടാമത്തെ. നെക്സ്റ്റ്. ഇവിടെയാണ് ട്രഡീഷനും സയൻസും കൺവേർജ് ചെയ്യണം. മോഡേൺ ന്യൂറോ സയൻസിൽ ഞാൻ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് മുതലായ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുകയും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ പറഞ്ഞ ഒരു ദൃഷ്ടികോണം അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നമ്മുടെ ഇതിഹാസങ്ങളിലൂടെ നോക്കുന്ന സമയത്ത് ഇതെല്ലാം പറഞ്ഞു വച്ചിട്ടുണ്ട്. നമുക്കത് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം, അല്ലെങ്കിൽ അതിനുള്ള കണ്ണ് നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളതാണ്. കത്തി നമുക്ക് എന്തിനു വേണേലും ഉപയോഗിക്കാം, ശരിയല്ലേ? അല്ലേ?
ഇന്ന് ആ കത്തി കൊണ്ട് വേണം നിങ്ങൾ പോകാൻ. എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങളുടെ ചുമതലയാണ്. പക്ഷേ ആ കത്തി എന്താണെന്നെങ്കിലും നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ചില സമയത്ത് ആൾക്കാർക്ക് നല്ല ഇൻറ്റൻഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും, ശരിയല്ലേ? പക്ഷെ ചെയ്തു വരുമ്പോൾ എന്താ ഉണ്ടാവുക? വികടത്വവും, അല്ലേ? വികടമാവും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇൻറ്റൻഷനും ആക്ഷൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതിന്നും ബ്രിഡ്ജ് ചെയ്യാൻ ന്യൂറോ സയൻസിന് പറ്റിയിട്ടില്ല. നെക്സ്റ്റ് സ്ലൈഡ്. ഇവിടെയാണ് ട്രഡീഷനെ നമ്മളൊരു മെഡിസിൻ ആക്കിയിട്ട് എടുക്കണം എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഞാൻ അധികം ഡൈജസ്റ്റീവ് ഹെൽത്ത് അല്ലെങ്കിൽ ഗട്ട് ഹെൽത്ത് എന്ന് പറഞ്ഞൊരു ഏരിയയാണ് അധികം കൈകാര്യം ചെയ്യാറ്. ആൻഡ് ഞങ്ങളുടെ ഫൗണ്ടേഷൻ, നിർണയ ഫൗണ്ടേഷൻ, അതിൻ്റെ ലോഗോയാണ് താഴെ കാണുന്നത്. ഞങ്ങൾ ചെയ്യുന്നത് എന്താ പറയുക, റീകൺസ്ട്രക്ഷൻ ഓഫ് ഏൻഷ്യൻ്റ് ഇന്ത്യൻ ടെക്സ്റ്റ്. ഈ ഒരു രീതിക്ക് അതിനെ പഠിക്കാൻ ശ്രമിക്കലാണ് നമ്മൾ പലപ്പോഴും ചെയ്യാറ്. അപ്പോൾ ഈ ഒരു 4 സ്റ്റേജ് മോഡലില്ലേ, അതെല്ലായിടത്തും ആപ്ലിക്കബിളാണ്. കാരണം എന്താ വെച്ചാൽ ഇച്ഛ പഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ജെനുവിൻലി ഇല്ലെങ്കിൽ, അത് കഴിഞ്ഞ് വരുന്ന എല്ലാ സാധനങ്ങളും ഫ്രാഗ്മെൻറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് നേരാവണ്ണം കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി വരും. ഇത് തന്നെയാണ് 10,000 കൊല്ലം മുന്നേ, അല്ലെങ്കിൽ എത്രയോ കൊല്ലം മുന്നേ എഴുതപ്പെട്ട ഈ ഇതിഹാസങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. ഇനി ഇത്രയും നേരം ഞാൻ ഈ പറഞ്ഞ് കേട്ടതെല്ലാം വരുന്ന സോഴ്സ് എവിടെയാണെന്ന് കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ ഗുരുനാഥനായ അഭിനവ ബാലാനന്ദ ഭൈരവ സ്വാമിജിയുടെ നിന്നാണ് ഈ ഒരു ദൃഷ്ടി, അല്ലെങ്കിൽ ഇങ്ങനെയാണ് കാണേണ്ടത്, ഇങ്ങനെയും കാണണം. കാരണം ആയുർവേദം പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരുപാട് ഗ്യാപ്സ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്സിൽ നിന്നെല്ലാം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന മാഷാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ മാഷിനെ നമിച്ചുകൊണ്ട്, കാരണം ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം ഒരു തരിമ്പ് പോലും വിടാണ്ട് മാഷിൻ്റെ വർക്കാണ്. അപ്പോൾ ഇതിനെ ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ അവസരം തന്ന മാഷ്ക്കും അതേപോലെ ഇവിടെ മൗനയോഗി സ്വാമിജികൾക്കും ഇതിൻ്റെ ഭാരവാഹികൾക്കും എല്ലാവർക്കും വലിയൊരു നന്ദി ഞാൻ പറയണം. കാരണം ഇത് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പുണ്യമാണ്. അത് ഈ ഗുരുവായൂരപ്പൻ്റെ ഈ ഭൂമിയിൽ വെച്ചത് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് കൃതജ്ഞത ഒരുപാട് പേരുണ്ട്. അത് ഒറ്റ വാക്കിൽ ഞാൻ പറയാനാണെങ്കിൽ ഒത്തിരി പേരുണ്ട്. ഞാൻ ഇത് സംസാരിച്ച് അവസാനിപ്പിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് വായിക്കാനുള്ളൊരു ലാസ്റ്റ് സ്ലൈഡും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അത് ഇംഗ്ലീഷിൽ എഴുതിങ്ങനെ തർജ്ജമയും ചെയ്യാം. നെക്സ്റ്റ് സ്ലൈഡ്. രാമായണം എന്ന് പറഞ്ഞത് ഒരു പ്രിൻസ് അല്ലെങ്കിൽ ഒരു രാജകുമാരൻ എങ്ങനെ ബിഹേവ് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരെണ്ണം മാത്രമല്ല, നമ്മൾ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ഒരു എക്സ്പ്ലനേഷനാണ് രാമായണം. നിങ്ങൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും, ഈ 4 പുത്രന്മാരായിട്ട് ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും തുടങ്ങുന്നത് ശുഷ്ടുവായിട്ടുള്ള ദശരഥനിൽ നിന്നും അത് വിസ്തരിക്കുന്നത് 3 പത്നിമാരിലൂടെയാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലുള്ള ഓരോ ഇതിഹാസം, ഓരോ പുരാണം എല്ലാം നമുക്ക് സെൽഫ് എൻക്വയറിക്കുള്ള അല്ലെങ്കിൽ ആത്മാന്വേഷണത്തിലുള്ള ഉപാധികളായി മാറും. അങ്ങനെ ഈ ഓരോ ഇതിഹാസങ്ങളും ഓരോ പുരാണങ്ങളും നിങ്ങൾക്ക് അതേപോലെ പഠിക്കാൻ പറ്റട്ടെ. ഇനി ഒരുപാട് അർത്ഥതലങ്ങൾ ഇവിടെ മാത്രമല്ല, ഇവിടെ നിന്ന് ഒരുപാട് വിസ്തരിക്കട്ടെ, അല്ലെങ്കിൽ ഒരുപാട് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും ആഗ്രഹിച്ചുകൊണ്ടും ഇതിനെന്നെ പ്രാപ്തനാക്കിയ സർവേഷനോടും എൻ്റെ ഗുരുക്കന്മാരോട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാം നല്ലത് വരട്ടെ. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ.